പ്രൊഡക്ഷൻ പ്ലാനിങ് എന്താണെന്ന് നോക്കാം. അപ്പോൾ പ്രൊഡക്ഷൻ പ്ലാനിങ് ഇപ്പോൾ നേരത്തെ ഡിസ്കസ് ചെയ്ത കാര്യം തന്നെയാണ്. അപ്പോൾ അതിനെ കുറച്ച് ഡെപ്തിൽ ജസ്റ്റ് പറയുന്നതേ ഉള്ളൂ. പ്രൊഡക്ഷൻ പ്ലാനിങ് മെയിനായിട്ട് 4 കാര്യങ്ങളാണ് അതിൽ വരുന്നത്. ഇറ്റ് ഈസ് കൺസേൺഡ് വിത്ത് ഡിസൈഡിങ് ഇൻ അഡ്വാൻസ് വാട്ട് ഈസ് ടു ബി പ്രൊഡ്യൂസ്ഡ്, വെൻ ടു ബി പ്രൊഡ്യൂസ്ഡ്, വെയർ ടു ബി പ്രൊഡ്യൂസ്ഡ് ആൻഡ് ഹൗ ടു ബി പ്രൊഡ്യൂസ്ഡ്. അപ്പോൾ ഒരു കാര്യം നമ്മുടെ മുൻകൂട്ടി തീരുമാനിക്കുന്നു. 4 കാര്യങ്ങളാണ് മെയിനായിട്ട്. എന്താണ്? ഒന്ന്, എന്താണ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്, എപ്പോൾ പ്രൊഡ്യൂസ് ചെയ്യണം, എവിടെ പ്രൊഡ്യൂസ് ചെയ്യണം, എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യണം. ഇതാണ് ഒരു പ്രൊഡക്ഷൻ പ്ലാനിങ്ങിൽ മെയിനായിട്ട് ചെയ്യുന്ന 4 കാര്യങ്ങൾ. അപ്പോൾ ഇതിൻ്റെ ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ എന്താണ് എയിംസ് ഓഫ് അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ്സ് ഓഫ് പ്രൊഡക്ഷൻ പ്ലാനിങ്. ഫസ്റ്റ് വൺ, ടു ഡിറ്റർമിൻ ദ capacity of all manufacturing departments and to plan systematically the production related activities within the scope of the enterprise to meet the sales requirement. അപ്പോൾ സെയിൽസ് റിക്വയർമെൻറ്റ് മീറ്റ് ചെയ്യാൻ വേണ്ടി നമ്മളെന്താ ചെയ്യുന്നത്? സിസ്റ്റമാറ്റിക്കായിട്ട് ഈ പ്രൊഡക്ഷൻ ആക്ടിവിറ്റീസ് ഇതിനെ എല്ലാത്തിനെയും നമ്മൾ പ്ലാൻ ചെയ്യണം. നെക്സ്റ്റ്, ടു ട്രാൻസ്ലേറ്റ് ഓർഡേഴ്സ് റിസീവ്ഡ് ഫ്രം ദ സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റ് into orders on the work department and to ensure steady plans of production activities. അപ്പോൾ സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് നമ്മൾ ഓർഡർ എടുത്ത് എന്താണ് വർക്ക് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് കൊടുക്കുന്നു. അതായത് വർക്ക് ചെയ്യേണ്ട സ്ഥലത്തേക്ക് കൊടുക്കുന്നു. കറക്റ്റായിട്ടുള്ള ഷെഡ്യൂളും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുത്ത് നമ്മൾ പ്ലാൻ ചെയ്ത് പോകണം. നെക്സ്റ്റ്, ടു ഫൈൻഡ് വേസ് ആൻഡ് മീൻസ് through which the product manufacturing requirements such as materials and their necessary constituents may be available in right quantity and quality at the right time. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് മാനുഫാക്ചർ ചെയ്യാൻ വേണ്ടി ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ്, അതേപോലെ വേണ്ട കോൺസ്റ്റിറ്റ്യുവൻസ്, ഇതൊക്കെ കറക്റ്റ് സമയത്ത് കറക്റ്റ് ക്വാണ്ടിറ്റിയിലും ക്വാളിറ്റിയിലും നമുക്ക് കിട്ടണം. അത് ഉറപ്പുവരുത്തുക. Next, to coordinate a number of different department groups so that a fine balances of activities may be maintained. അപ്പോൾ ഇതിൽ വരുന്ന എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും, ഇപ്പം പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റും മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റും അങ്ങനെയുള്ള എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സിനും എല്ലാത്തിനെയും കോർഡിനേറ്റ് ചെയ്യുക. ദെൻ ടു പ്രൊമോട്ട് ഫുൾ യൂട്ടിലൈസേഷൻ ഓഫ് ദ പ്ലാനിനെ ഫുള്ളോടെ യൂട്ടിലൈസ് ചെയ്യുക. ടു ട്രെയിൻ ദ സ്റ്റാഫ് ടു ഹാവ് എഫക്റ്റീവ് പെർഫോമൻസ് ഓഫ് ദർ ഡ്യൂട്ടീസ്. അപ്പോൾ സ്റ്റാഫിനെ മാക്സിമം പെർഫോമൻസിൽ വർക്ക് ചെയ്യാൻ വേണ്ടി ട്രെയിൻ ചെയ്യുക, മോട്ടിവേറ്റ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ മോട്ടിവേഷനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തായിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക. നെക്സ്റ്റ്, ഫങ്ഷൻസ് ഓഫ് പ്രൊഡക്ഷൻ പ്ലാനിങ്. ഇപ്പോൾ ഈ പ്രൊഡക്ഷൻ പ്ലാനിങ്ങിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്, അവർ ചെയ്യേണ്ട കാര്യങ്ങൾ. ഫസ്റ്റ് വൺ, പ്രിപ്പറേഷൻ ഓഫ് പ്രൊഡക്ഷൻ ബഡ്ജറ്റ് ക്രിയേറ്റ് ചെയ്യുക. ദെൻ ഡിറ്റർമിനേഷൻ ഓഫ് ക്വാണ്ടിറ്റി ആൻഡ് ക്വാളിറ്റി ഓഫ് മെഷീനറി ആൻഡ് എക്യുപ്മെൻറ്റ്. ഇപ്പം മെഷീനറിയുടെയും എക്യുപ്മെൻറ്റ്സിൻ്റെയും അതിൻ്റെയൊക്കെ ക്വാളിറ്റി, അതേപോലെ ക്വാണ്ടിറ്റി, എത്ര എണ്ണം എന്നൊക്കെ ഉള്ള രീതിയിൽ അതൊക്കെ ഡിറ്റർമിൻ ചെയ്യുക. നെക്സ്റ്റ്, ഡിസിഷൻ റിഗാർഡിങ് മാനുഫാക്ചറിങ് മെത്തേഡ്സ് ആൻഡ് പ്രോസസ്സസ്. ഏത് മാനുഫാക്ചറിങ് പ്രോസസ്സാണ് ഉപയോഗിക്കേണ്ടത്, അല്ലെങ്കിൽ ഏത് മെത്തേഡാണ് ഉപയോഗിക്കേണ്ടത്, അതൊക്കെ ഡിസൈഡ് ചെയ്യുക. നെക്സ്റ്റ്, ടൈം ആൻഡ് മോഷൻ സ്റ്റഡി. മോഷൻ സ്റ്റഡി ഇപ്പം കുറേ കാര്യങ്ങൾ തെർബിളിക് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഇതിനു മുമ്പ് പഠിച്ചായിരുന്നു അല്ലേ. ടൈം സ്റ്റഡി, ഒരു പ്രോസസ്സിന് എത്ര സമയമെടുക്കുന്നു, അല്ലെങ്കിൽ വർക്കർ എത്ര സമയമെടുക്കുന്നു, പിന്നെ വർക്കർ ഏത് രീതിയിലാണ് ചെയ്യുന്നത്, അവരുടെ വർക്കറിൻ്റെ മോഷൻ, അതേപോലെ മെഷീൻ്റെ മോഷൻ, ഇപ്പം ഇങ്ങനെയുള്ള സ്റ്റഡി നടത്തുക. പിന്നെ ഡിറ്റർമിനേഷൻ ഓഫ് മാൻ പവർ റിക്വയർമെൻറ്റ്, ഇപ്പം ലേബർ റിക്വയർമെൻറ്റ് എത്ര ആണെന്നുള്ളത് ഡിറ്റർമിൻ ചെയ്യുക. ഇതൊക്കെയാണ് ഫങ്ഷൻസ് ഓഫ് പ്രൊഡക്ഷൻ പ്ലാനിങ്. നെക്സ്റ്റ്, നീഡ് ഫോർ പ്രൊഡക്ഷൻ പ്ലാനിങ്. ഇപ്പോൾ ഒരു പ്രൊഡക്ഷൻ പ്ലാനിങ്ങിൻ്റെ നീഡ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്തായാലും അറിയാം എന്തായാലും നമുക്കൊരു എന്ത് കാര്യം ചെയ്യണമെങ്കിൽ നമുക്ക് കറക്റ്റ് പ്ലാൻ ഉണ്ടെങ്കിൽ നമുക്ക് ശരിക്കും എഫക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഈ പ്രൊഡക്ഷൻ്റെ കേസിലാണെങ്കിൽ മെയിനായിട്ട് വരുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഒന്ന്, ഫസ്റ്റ്, ഫോർ ഇൻക്രീസിങ് ദ പ്രൊഡക്ഷൻ, അതായത് ഔട്ട്പുട്ട് കൂട്ടുക എന്നുള്ളത് തന്നെ. പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി ഇപ്പം മെയിൻ പർപ്പസ് ഓഫ് ദ പ്രൊഡക്ഷൻ പ്ലാനിങ് ഈസ് ടു അറേഞ്ച് ദ ഇൻപുട്ട്. നമ്മൾ കൊടുക്കുന്ന ഇൻപുട്സ്, മെറ്റീരിയൽസ്, ലേബേഴ്സ്, ഇതൊക്കെ അറേഞ്ച് ചെയ്യുക കറക്റ്റായിട്ട്. അതുവഴി എന്താണ് ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യുക,
that helps in raising the industrial output. നെക്സ്റ്റ് ഫോർ കോർഡിനേറ്റിംഗ് പ്ലാന്റ് ആക്ടിവിറ്റി. ഇപ്പോൾ ഈ പ്ലാന്റിനകത്ത് നടക്കുന്ന ആക്ടിവിറ്റീസ് അതിനെല്ലാത്തിനും നിങ്ങളൊന്ന് കോർഡിനേറ്റ് ചെയ്യുക. അപ്പോൾ ഇൻ പ്ലാനിങ് പ്രൊഡക്ഷൻ ഈസ് ക്യാരിഡ് ഔട്ട് ഇൻ എ നമ്പർ ഓഫ് പ്രോസസ്സസ് ആൻഡ് ദസ് ആക്ടിവിറ്റീസ് ആർ സിങ്ക്രണൈസ്ഡ് ഫോർ സ്മൂത്ത് വർക്കിംഗ്. ഇനി അവസാനമായിട്ട് പറയുന്നത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എഫക്റ്റീവ് പ്രൊഡക്ഷൻ പ്ലാനിങ്. ഒരു നല്ല പ്രൊഡക്ഷൻ പ്ലാനിങ് ആണെങ്കിൽ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയായിരിക്കും എന്നുള്ളത് നോക്കാം. ഫസ്റ്റ് വൺ, ഇറ്റ് ഷുഡ് എംബ്രേസ് വെൽ ഡിഫൈൻഡ് ഒബ്ജക്റ്റീവ്സ്. അപ്പോൾ ഇതിൻ്റെ ഒബ്ജക്റ്റീവ്സ് ഒക്കെ വെൽ ഡിഫൈൻഡ് ആയിരിക്കും. നെക്സ്റ്റ്, ഇറ്റ് ഷുഡ് നോട്ട് ബി കോംപ്ലിക്കേറ്റഡ്, റാദർ ഇറ്റ് ഷുഡ് ഡിസ്പ്ലേ സിംപ്ലിസിറ്റി ആൻഡ് ഫീസിബിലിറ്റി. അപ്പോൾ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊന്നും ഉള്ള പ്ലാൻ ആയിരിക്കരുത്. പകരം എന്താണ്, സിമ്പിളായിട്ട് അതേപോലെ ഫീസിബിളായിട്ടുള്ള പ്ലാൻ ആയിരിക്കണം ഉണ്ടാവേണ്ടത്. ഇറ്റ് ഷുഡ് നോട്ട് ഹാവ് എനി വീക്ക് ലിങ്ക്. അതിനകത്ത് വീക്കായിട്ടുള്ള പോയിൻറ്റ്സ് ഒന്നും വരരുത്. ഇറ്റ് ഷുഡ് മേക്ക് യൂസ് ഓഫ് ആക്യുറേറ്റ് ഡേറ്റ ആൻഡ് ഷുഡ് ബി ബേസ്ഡ് ഓൺ സച്ച്. അപ്പോൾ ഇതിനകത്ത് ഉപയോഗിക്കേണ്ടത് റോ ആയിട്ടുള്ള ഒരു ഡേറ്റ അല്ലെങ്കിൽ വെറുതെ തട്ടിക്കൂട്ടിയ ഒരു ഡേറ്റ എടുക്കരുത്. പകരം എന്താണ്, ആക്യുറേറ്റ് ആയിട്ടുള്ള ഡേറ്റ തന്നെ എടുക്കണം. കാരണം പ്ലാനിങ് ഫേസിൽ ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും പിന്നീട് ത്രൂ ഔട്ട് പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റീനെയൊക്കെ ഡിറ്റർമിൻ ചെയ്യുക. ഇറ്റ് ഷുഡ് പ്രീഡിറ്റർമിൻ norms or standards which act as a standard yardstick for measuring and comparing the actual result obtained. അപ്പം ഇതിന് ഒരു സ്റ്റാൻഡേർഡ് യാർഡ്സ്റ്റിക്ക് പോലെ, അതായത് ഒരു അളവുകോല് പോലെ വർക്ക് ചെയ്യാൻ കഴിയണം. അതായത് പിന്നീടുള്ള റിസൾട്ട്സ് ആക്ച്വൽ റിസൾട്ടുമായിട്ട് കമ്പയർ ചെയ്ത് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യണം. ഇതൊക്കെയാണ് ഒരു നല്ല എഫക്റ്റീവ് പ്രൊഡക്ഷൻ പ്ലാനിങ്ങിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്.